GPS, ആൻഡ്രോയിഡോട്ടോ എയർപ്ലെയിൻ ഒന്നും ഇല്ലാത്ത വണ്ടികളിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലം പ്രോഡക്റ്റ് നമ്മുടെ വാനിലോട്ട് സെറ്റ് ആക്കിയിട്ട്. അപ്പോൾ ഈ വരുന്ന യാത്രയിൽ ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഇത് എന്തുകൊണ്ട് നേരത്തെ ചെയ്തില്ല എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇങ്ങനത്തെ ഏതെങ്കിലും ഒരു ഐറ്റം വണ്ടിയിൽ നിർബന്ധമായിട്ടും വേണ്ടതായിരുന്നു. നമുക്ക് എന്തായാലും ഈ ഒരു പ്രോഡക്റ്റ് പരിചയപ്പെടാം. ഐ ഗോട്ട് ദി സ്ക്രീൻ ഫ്രം ക്ലിംപ്ടൺ. ഇവരുടെ 2024 ലേറ്റസ്റ്റ് മോഡൽ 9 ഇഞ്ച് വരുന്ന കാർ സ്ക്രീനാണിത്. അപ്പോൾ ഇതിൻ്റെ ബോക്സിൽ വരുന്നത് ഈ ഒരു സ്ക്രീനും പിന്നെ കണക്ട് ചെയ്യാനുള്ള വയസ്സും കാര്യങ്ങളും പിന്നെ 2 ടൈപ്പ് മൗണ്ട്, ഒരു സ്റ്റാൻഡും പിന്നെ ഒരു തന്നെ ഗ്ലാസ്സിൽ സക്ഷൻ കപ്പ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നത്. ഞാൻ എന്തായാലും ഈ ഒരു സ്റ്റാൻഡ് വെച്ചിട്ടാണ് കണക്ട് ചെയ്തത്. ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതിൻ്റെ നമ്മുടെ കാറിലെ സിഗരറ്റ് ലൈറ്ററിൻ്റെ പോർട്ട് ഉണ്ട്, അങ്ങോട്ടേക്ക് ഇതിൻ്റെ ചാർജർ കണക്ട് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഫോണിൽ, ഇപ്പോൾ ഞാനിപ്പോൾ ഐഫോണിൽ കാർ പ്ലേ വെച്ചിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്. കാർ പ്ലേയിൽ നമ്മൾ അത്യാവശ്യം ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസ് എല്ലാം ഇതിൽ നല്ല രീതിയിൽ തന്നെ സിങ്ക് ആവുന്നുണ്ട്. മാപ്സും അതുപോലെ തന്നെ സ്പോട്ടിഫൈ അങ്ങനെയുള്ള സംഭവങ്ങളും. അപ്പം ഇതിൽ ഇങ്ങനൊരു ഐറ്റത്തിൽ എനിക്ക് ഏറ്റവും ഡൗട്ട് ഉള്ള 2 കാര്യങ്ങളായിരുന്നു. ഒന്ന് ടച്ച് സെൻസിറ്റിവിറ്റിയും പിന്നെ ഓഡിയോ ക്വാളിറ്റിയും. ഇത് രണ്ടിലും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഫ്യൂ സെക്കൻഡ്സിനുള്ളിൽ തന്നെ ഇത് ഓട്ടോമാറ്റിക്കലി ഓൺ ആയിട്ട് കണക്ട് ആവുന്നുണ്ട്. ആൻഡ്രോയിഡ് ഫോൺ ആണെന്നുണ്ടെങ്കിൽ ആൻഡ്രോയിഡോട്ട് വെച്ചിട്ട് നമുക്ക് ഇത് ഓപ്ഷൻസ് ഒക്കെ അവൈലബിൾ ആണ്. നമ്മൾ ക്യാമറയൊക്കെ വെക്കുമ്പോഴത്തേക്കും അതിൻ്റെ കണക്ഷനും കൂടി ഇതിലോട്ട് കൊടുക്കാൻ പറ്റും. എനിവേ ഐ ആം ഹാപ്പി വിത്ത് ദിസ് പ്രോഡക്റ്റ്. എസ്പെഷ്യലി എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ ഒരു ഡ്രൈവിംഗ് രീതി പറയുകയാണെങ്കിൽ നമ്മൾ ഒട്ടും ഫോൺ തൊടില്ല എന്നൊക്കെ പറയുമെന്നുണ്ടെങ്കിലും ചില സിറ്റുവേഷനിൽ നമുക്ക് ഫോൺ എടുക്കേണ്ടി വരാറുണ്ട്. അതായത് ഒന്നുകിൽ മാപ്സിൽ എന്തെങ്കിലും സെറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഭൂരിഭാഗം സമയം സ്പോട്ടിഫൈയിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത പാട്ട് വരുമ്പോൾ നെക്സ്റ്റ് അടിക്കാനൊക്കെ നമ്മൾ ഫോൺ അവിടെ ഡാഷ്ബോർഡിൻ്റെ ഇടയിലൊക്കെ വെച്ചിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട്. അതൊക്കെ ഇനി പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ട് ഒരു ഫോൺ ഫ്രീ ഡ്രൈവിങ്ങിന് ഇത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുമെന്നുള്ളതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് നേരത്തെ വാങ്ങേണ്ട ഒരു ഐറ്റം ആയിരുന്നു എന്നുള്ളത്.